So welcome to day 2 of learning forex trading from scratch. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പിപ്പ് എന്നാണ്. സോ പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെന്റേജ് ഇൻ പോയിന്റ്. ഫോറക്സ് മാർക്കറ്റിൽ കറൻസി പെയറിന്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് മെഷർ ചെയ്യുന്ന വാല്യൂ ആണ് പിപ്പ്. സോ ഫോർ എക്സാമ്പിൾ യൂറോ യൂഎസ്ഡിയുടെ കറന്റ് വാല്യൂ ആണ് 1.174. അപ്പൊ ഇതിന്റെ അത് പോയിന്റിന് ശേഷം വരുന്ന ഫോർത്ത് ഡിജിറ്റ്, അതായത് 1, 2, 3, 4. ഈ ഫോർത്ത് ഡിജിറ്റിനാണ് നമ്മൾ പിപ്പ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ 1.1742 1.1743 ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു യൂറോ യൂഎസ്ഡിയുടെ പ്രൈസ് 1 പിപ്പ് ഇൻക്രീസ് ചെയ്യും. 1.1742 1.1744 ആവുകയാണെങ്കിൽ നമ്മൾ പറയുന്നു യൂറോ യൂഎസ്ഡിയുടെ വാല്യൂ 2 പിപ്പ് ഇൻക്രീസ് ചെയ്യും. ജാപ്പനീസ് യെൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കറൻസി പെയറിലോട്ട് നോക്കുവാണെങ്കിൽ പോയിന്റിന് ശേഷം വരുന്ന സെക്കൻഡ് ഡിജിറ്റിനാണ് നമ്മൾ പിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ USD JPYയുടെ കറന്റ് വാല്യൂ 146.23 ആണ്. അപ്പോൾ പോയിന്റിന് ശേഷം വരുന്ന സെക്കൻഡ് ഡിജിറ്റിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 146.23 146.24 ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു USD JPYയുടെ വാല്യൂ 1 പിപ്പ് ഇൻക്രീസ് ചെയ്യും. ഫോർ ഡേ 3 ഫോളോ ദ പേജ്.